തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പ്ലാവ്. ഇഷ്ടം പോലെ ചക്ക ഉണ്ടായേക്കാണ്. ഇത് വലിയ ചക്കയാണ്, ഒരു പ്ലാവാണ്. ഇതിൻ്റെ മുകളിൽ മൂത്ത ചക്കകൾ കിടപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇടിയൻ ചക്കയാണ് ഇപ്പം തിന്നാൻ രുചിയുള്ളത്. കാരണം നമുക്കിത് ഇടിയൻ ചക്ക പറിച്ചൊരു കറി തയ്യാറാക്കാം. നമ്മൾ ഇടിയൻ ചക്ക പ്ലാവിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു, തോലൊക്കെ കച്ചത്തി ക്ലീനാക്കി ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തു. ഇതേ രീതിയിലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓലൻ്റെ കഷ്ണം അരിയണ പോലെ നമ്മളിത് അരിഞ്ഞെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊക്കെ വേണ്ട, അത് പുറകെ കാണിക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് 1 സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നാമത് ഇതിനകത്ത് പശയുണ്ടാവും, അത് നമ്മുടെ പാത്രത്തിൽ കൊള്ളാതിരിക്കാനാണ്. പിന്നെ കഷ്ണം വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനും നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയല്ല ഏതെണ്ണ ആയാലും ആവും, ചുറ്റിച്ചു. ഇനി നമ്മൾ ഈ ചക്ക ക്ലീനാക്കിയത് ഇതിലേക്ക് ഇടുകയാണ്. നമ്മളിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണല്ല 1.5 സ്പൂൺ ഇടുകയാണ്, കാരണം ചക്ക അധികമുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഞാൻ കൈ കൊണ്ടേ ഇടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അളവ് കിട്ടില്ല. നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മളിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം മാത്രം വളരെ കുറച്ച്, 1 ഗ്ലാസിൻ്റെ അത്ര ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ അടപ്പത്ത് വയ്ക്കുകയാണ് ഇങ്ങനെ. നമ്മൾ അടച്ച് അടപ്പത്ത് വയ്ക്കാൻ പോവുക. അടപ്പത്ത് വെച്ചു ചെറിയ തീയിൽ വേവിക്കണം. ഇപ്പം നമ്മൾ കഷ്ണം വേവിക്കാൻ വെച്ചു. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. പിന്നെ നമ്മളിതിൽ പുളി ചേർക്കണില്ല, മാങ്ങയാണ് ഇടണേ. ആ മാങ്ങ ക്ലീനാക്കി കൊണ്ടുവന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മളുടെ ചക്ക വെന്തോന്ന് നോക്കാം. ചക്കയിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചു. ചക്ക ആവശ്യത്തിന് വെന്തു. ഇപ്പം നമ്മളിതിൽ പുളി ചേർക്കണില്ല, അതിന് പകരം മാങ്ങയാണ് ഇടുന്നത്. നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇടുക. മാങ്ങയുടെ പുളി നോക്കിയിട്ട് ഇടണം. പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അധികം ഇടാം, പുളി കൂടിയ മാങ്ങയാണെങ്കിൽ വളരെ കുറച്ചിടാം. ഇപ്പം നമ്മളിത് വളരെ സിമ്മിലിടുകയാണ്. മാങ്ങ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കാം. 1 നുള്ള് ചെറിയ ജീരകം, 1 പച്ചമുളക്, 5 6 ചെറിയ ഉള്ളി, അരമുറി തേങ്ങ, അതായത് 1 തേങ്ങയുടെ പകുതി. അപ്പം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കണം. അരയ്ക്കാൻ പാടില്ല, കറക്കിയെടുക്കണം.
ഇപ്പോൾ കറക്റ്റ് നമ്മുടെ വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോയി, ഒട്ടുമില്ല. മാങ്ങ വെന്തു നോക്കാം. കറക്റ്റ് മാങ്ങ വെന്തു. ഇപ്പം നമ്മൾ കരിവേപ്പില ഇടും അതിലേക്ക്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക അവിയൽ റെഡിയായി. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഇടിയൻ ചക്കയും മാങ്ങയും കൂടിയുള്ള അവിയൽ റെഡിയായി. ഇത് വളരെ രുചികരമാണ്. ഇടിയൻ ചക്കയ്ക്ക് വളരെയധികം പോഷക ഗുണങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.